ഒരു നിപ്പ് നോക്കി. ആ കൊള്ളാം, മതിയാക്കിക്കോ. ഇനി പോരെ കൊണാപ്പി. നീ ആദ്യം കൊണത്തെ തടിയൊന്ന് കുറയ്ക്കും. പൊടി പിള്ളേരുടെ മുമ്പിൽ ഇക്കിളിയിട്ടിട്ട് വന്നിരിക്കും. താങ്കൾ ചാടിയിട്ട് ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല, പറയത്തില്ല. അതെ, +2 മുതൽ കാണാൻ തുടങ്ങിയതല്ലേ നമ്മൾ ഇവനെ. അതെ, വിളിച്ചോണ്ട് നിന്നോ. മണി 4 ഇപ്പൊ വരും. എന്തുവാടാ? ഇവന്റെ ഫ്രണ്ട്. ഇപ്പൊ വിളിക്കും. ആരെ? ഈ തെണ്ടിയെ തന്നെ. അവര് വീട്ടിലെത്തി. നീ പോര്. ഇതെന്താ സംഭവം? ഇത് കുറവന്നോടുള്ള കൊച്ച. ഇവിടെ ST കോളേജിൽ പഠിക്കുക. കൊച്ചിന് ഇവനോട് ലപ്പ്. ശരിക്കും? ആ, ഇവൻ PSC കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് കണ്ടുള്ള പരിചയമാണ്. എന്നിട്ടെന്താ? അവള് കാര്യം പറഞ്ഞപ്പോ ആശാ മുങ്ങി. നമുക്ക് പിന്നെ പേടിയാണ്. പിന്നെ പേടിയൊന്നുമില്ല. പിന്നെ അവൾ ആ ചേട്ടനെ കണ്ടല്ലോ, അതുപോലെ മൂത്ത ഒരെണ്ണം കൂടെ ഉണ്ട് വീട്ടിൽ. എന്നോടൊക്കെ പറയാൻ പേടി എന്താണെന്ന് പോലും എനിക്കറിയാം. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഇറങ്ങിയാലോ? എന്താണ്, ഓട്ടോ ഉണ്ടോ? ഓടേണ്ടി വരും. അങ്ങോട്ട് നോക്കാം. എന്താണ് അങ്ങോട്ട്? അമ്മ എന്ത് ചെയ്യും? ഹലോ അമ്മേ. നീ എങ്ങോട്ടാ? ഓ, അങ്ങനെയൊന്നുമില്ല. എന്നാ കേറ്, ഒന്ന് പഴങ്ങാട് വരെ പോ. നിന്നോട് ഇനി പ്രത്യേകം പറയണോ? കേറടാ. അല്ല, ഈ വേഷത്തിൽ ഞാനൊന്ന് കുളിച്ചിട്ട്. കേറടാ. നീ ഇരിക്കാം. രണ്ടിനും കൊല്ലാൻ കൊണ്ടുവന്നോ? ചിലപ്പോ. ഇതാ സാറേ ഇവന്റെ അവസ്ഥ. ഉത്തരവാദിത്വവും ബോധവും ഇവന്റെ അടുത്തൂടെ പോയിട്ടില്ല. ചായ കുടിക്കും. മോൻ്റെ പ്രായമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും നമ്മളെ അവസ്ഥ ആലോചിക്കണ്ടേ, സാഹചര്യം മനസ്സിലാക്കണ്ടേ. മോനെ കുറ്റപ്പെടുത്തിയതല്ല, സാധാരണ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള പാട് മോനറിയാലോ. എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി പ്രതീക്ഷയോടെ നിൽക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ടെന്നറിയോ. ഇതിപ്പോൾ നിർഭാഗ്യം കൊണ്ട് നമുക്കൊരവസരം വന്നു. മോൻ്റെ അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ടു. ശരി, നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ? അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കുക, അമ്മയും പെങ്ങളെയും നോക്കുക. മോൻ്റെ ജീവിതം ഒരു കരക്കത്തില്ലേ? അവൻ ഈ ജോലി ഏറ്റെടുക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ സാറിന്? അവന് പോലീസ് ജോലി പേടിയാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ സാറേ പറയാ? മോൻ്റെ അച്ഛൻ്റെ കൂടെ 10 വർഷം പണിയെടുത്ത ആളാണ് ഞാൻ. പുള്ളി എന്നും പറയും മക്കളുടെ കാര്യം. നിന്നെ ഒരു SI ആക്കണമെന്നായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ജീവിക്കണമെന്നല്ല, പക്ഷേ സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കണം. ഇതെന്നെ മോനായിട്ട് വൈകിപ്പിച്ച് ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചില്ലേ? ഇവൻ്റെ പ്രായം വെച്ച് കോഴ്സ് തന്നെ കിട്ടിയാണ്. ഫിസിക്കൽ മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ. സർവീസിലിരിക്കെ മരണപ്പെട്ട 2 വർഷത്തിനകം ജോലിക്ക് കയറണമെന്ന സർവീസ് ചട്ടം. ഇതിപ്പോൾ വൈകിപ്പോയ സ്ഥിതിക്ക് നടക്കുമെന്നറിയത്തില്ല. ഇനിയിപ്പോ എന്താ വേണ്ടേ? എന്തേലും ചെയ്തോണ്ട് കാര്യമുണ്ടോ സാറേ? വളച്ചു കെട്ടുന്നില്ല. പാർട്ടിക്കാർ വിചാരിച്ചാൽ ചിലപ്പോൾ ഇത് നടക്കും. കാര്യമാണ്, പാർട്ടി വിചാരിച്ചാൽ സർക്കാർ വിചാരിക്കും. കേരള പോലീസിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് DGP IG ഒന്നല്ല, അസോസിയേഷൻ നേതാക്കളും ഇവിടുത്തെ പാർട്ടി നേതാക്കളുമാണ്. പാർട്ടി സെൻറ്ററിൽ നിന്ന് വിചാരിച്ചാൽ ഏത് ഫയലും നീങ്ങും. കറുത്തവും വെളുക്കും, വെളുത്തവും കറക്കും. പരീക്ഷ എഴുതാത്തവന് റാങ്കും കിട്ടും. പക്ഷെ വിചാരിക്കണം, പാർട്ടി അനുഭാവികൾ ഫോഴ്സിലുണ്ടാവേണ്ടത് അവരുടെ ആവശ്യമാണ്.
മല്ലികയുടെ വല്യം വെച്ച് പണ്ട് പുന്നപ്ര സമരത്തിൽ പങ്കെടുത്തൊക്കെ അല്ലേ? അതെ. ഇന്ന് അതിൽ കാര്യമൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ പറഞ്ഞ് കാണേണ്ടവരൊക്കെ കാണുക, ഭാഗ്യമുണ്ടേ നടക്കും. എന്താടാ ഇരിക്കടാ. എന്തായി പോയ കാര്യം? പോയ കാര്യം സംഭവം ഒക്കെയാടാ. കളി അഭയൻ സാഹു പറഞ്ഞതാ. ആ അത് നന്നായി. മാത്രമല്ല ജില്ലാ സെക്രട്ടറി ഇടപെട്ട കാര്യം നടക്കും. പാർട്ടിക്കാരിടപെട്ട ഇതൊക്കെ എത്ര വേഗം നടക്കുമല്ലേ? ഓ സമ്മതിക്കണം. മോനെ ലിജു, നീ പാർട്ടിയെ തൊട്ട് കളിക്കണ്ട. ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും. കാരണം ഭരിക്കുന്നത് ഞങ്ങളാ. പിന്നെ ഇവൻ നീ ഫോഴ്സിൽ കയറിയിരിക്കും. എൻ്റെ പൊന്ന് നദീറേ, പോലീസ് എന്നൊക്കെ പറഞ്ഞ ഇവനെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ? ഓ വെറുതെ ഡാർക്ക് അടിക്കല്ലേ. എടാ സംഭവം നല്ല പരിപാടിയാണ്. പിന്നെ അവസാന തീരുമാനം അത് നിന്നെയാണ്. നല്ലോണം ആലോചിച്ചിട്ട് മതി. അമ്മേനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. പോലീസ് എങ്കിൽ പോലീസ് വരുന്ന പോലെ വരട്ടളയാ. സാർ ഓക്കെയാണ്. ഇതിലാ മറ്റേ വെബ് സീരീസ് ഒക്കെ കിട്ടുമോ? കിട്ടും സാർ, നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഇതിനകത്ത് കിട്ടും. എനിക്ക് ആ മണി ഈസ്റ്റ് ഒന്ന് കാണണം. അതൊന്ന് സെറ്റ് ചെയ്തേക്ക്. ഓക്കെ സാർ. ഈ എന്റർടൈൻമെന്റ് സെക്ടർ മുഴുവൻ അമേരിക്കൻ കുത്തക മുതലാളിത്വ ബൂർഷ്വാസികളുടെ കയ്യിലാണല്ലോ. പക്ഷേ എനിക്കിത് കാണാതിരിക്കാനും പറ്റുന്നില്ല. നമ്മൾ പറഞ്ഞു വന്നത് ആശ്രിത നിയമനം വഴി ജോലി കിട്ടുമെന്നുണ്ടായിരുന്നിട്ടും നീ എന്താ ഇതിനെ വെച്ച് താമസിപ്പിച്ചത്? ഇവന്റെ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഓഫീസിലെ ബിജുവിനെ ഏൽപ്പിച്ചേക്ക്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ്. അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി. എന്നാ ഒരുങ്ങിക്കോ, നമുക്കിത് ശരിയാക്കാം. ചെല്ലുദാസേ. കേറി ഇങ്ങനത്തെ പന്തം കണ്ട പെരിച്ചാനെ പോലെ നോക്കിട്ട് കേറുന്നു. പാനൂർ സുനീഷ്. ആ നിങ്ങളെ മറ്റേ ഗവൺമെന്റ് അയ്യപ്പദാസല്ലേ? കേറി. ഓ പേരും ജാതകം നഷ്ടത്തിലെല്ലാം നോക്കിയിട്ട് കേരും. നിങ്ങൾ കണ്ണൂർ ആദ്യമായിട്ടല്ലേ? നിങ്ങളെ പേടിച്ചിട്ടില്ല നിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. അതെ, ചേട്ടൻ എന്താ പരിപാടി? എനിക്ക് വർക്ക്ഷോപ്പാ. നല്ല പണിയാന്ന്. ഞാൻ തുറക്കലും ഇല്ല പോക്കും ഇല്ല. അതിന്റെ ആവശ്യം വരുന്നില്ല. അതാ 365 ദിവസം ഹർത്താലല്ലേ. പോലീസുകാർക്ക് നല്ല വർക്കാ. പേടിയുണ്ടെങ്കിൽ ചെറുതായിട്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട കേട്ടോ. നല്ല സ്ഥലം. പിന്നെ ഇടക്കിടക്ക് രണ്ടാളെ കൊല്ലൂ. അങ്ങനെ നിസ്സാര പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് പേടിയൊന്നുമില്ലല്ലോ. നല്ല സ്ഥലം, ജീവിക്കാൻ നല്ല സുഖ. പറഞ്ഞു തീർക്കില്ല, കോലിക്കളി തുടങ്ങിയല്ലോ. നിക്ക് കാര്യമായിട്ട് എന്താ പ്രശ്നം ഉണ്ടല്ലോ. എന്റെ അമ്മ, ഇത് നമ്മളെ ആൾക്കാരല്ലല്ലോ. കുഴപ്പാ ഒരാൾക്കോട് സങ്കടമാകുന്നില്ല മോനെ. കുട്ടികളെയാ നല്ല സമയട്ടോ നിങ്ങള്. അവരെ കൈമലാറ്റം കിട്ടിയിട്ടില്ലേ? ഭ്രാന്തനായി കടിച്ചു പറിച്ച പോലെ ആയിക്കളി. അനക്ക് ഇഷ്ടമല്ല അയച്ചുള്ള വല്ലാണ്ട് അടിക്കുമെന്ന്. അയച്ചുള്ള കൊണ്ട് വലിയ ശല്യ. കണ്ണൂർ എപ്പം കുഴപ്പമുണ്ടാക്കുന്ന ഇവരെന്നെയാ.
ഇനി നമ്മളെ സ്ഥലം ഒന്നും പേടിക്കാനില്ല. കണ്ട അതിലൊരു ബോർഡ് കണ്ട, അനക്ക് പേടിയൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടാ. അത് നിങ്ങൾ ഉള്ളതുകൊണ്ടാന്നില്ല, ഞാൻ അവിടെ ഒരു കുഴപ്പമാക്കി വരും. നിങ്ങൾ തടി കുറച്ച് കുറക്കണം കേട്ടാ. കംപ്ലീറ്റ് വണ്ടി എടുത്തോട്ടെ വന്നു. അല്ല വേണ്ട, 2 ദിവസം കൊണ്ട് മെലിഞ്ഞോളൂ. അല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലേ? ഈടെ പ്രശ്ന നമ്മളെ പാർട്ടി ഗ്രാമത്തിലാ. നിങ്ങളെന്നാ പറയുന്നത്? ഈടെ പ്രശ്നം ഉണ്ടാക്കണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം, ഇതാണ് പാർട്ടി നാട്, ഇതാണ് പാർട്ടി ഓഫീസ്, പന്നിയന്നൂർ മുകുതൻ എന്ന സീമുഖക്കുട്ടിയുടെ നാട്. കോട്ടത്ത് കാണുന്ന സഖാവിന്റെ മൂത്തവനാ, നടുക്കത്തെ അപ്പുറത്തിലെ രക്തസാക്ഷികളാ. ഓനാൾ ഉഷാറാ, നല്ലോണം പഠിക്കൂ. ഈടില്ല തിരുവനന്തപുരത്താ. ഈടിയാണെങ്കിൽ ഓനും രക്തസാക്ഷി ആവുകയും.